ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയിലെ ജനങ്ങളിൽ പുതിയൊരു ആത്മവിശ്വാസം വളർത്തിയിട്ടുണ്ടെന്നും ലോകം മുഴുവൻ അതിന് സാക്ഷ്യം വഹിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിൽ നടക്കുന്ന രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്നത്തെ ഇന്ത്യ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരായ ഏതൊരു ഭീഷണിക്കും ഇന്ത്യ ഉറച്ചതും നിർണായകവുമായ പ്രതികരണം കാഴ്ചവച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. വസ്ത്രനിർമ്മാണ മേഖല രാജ്യത്തിന്റെ പ്രധാന ശക്തിയായി മാറിയിട്ടുണ്ടെന്നും സാമ്പത്തിക മേഖല എന്നതിലുപരിയായി രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രതിനിധാനം കൂടിയാണ് ഈ മേഖലയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാശ്രയത്വത്തിലൂടെ മാത്രമേ 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. കോഴിക്കോട്ടും മലപ്പുറത്തും പത്തനംതിട്ടയിലും മഴക്കെടുതികളിൽ ഇന്ന് 4 പേർ മരിച്ചു. പത്തനംതിട്ട ആറന്മുള നെല്ലിക്കൽ പാടത്തെ വെള്ളക്കെട്ടിൽ വീണ് 2 കുട്ടികൾ മരിച്ചു. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. കോഴിക്കോട് കല്ലായി NSS സ്കൂളിന് സമീപം കുളത്തിൽ കുളിക്കാനിറങ്ങിയ കാപ്പാട് സ്വദേശിയായ അഹമ്മദ് ഒഴുക്കിൽപ്പെട്ടാണ് മരിച്ചത്. മലപ്പുറം വേങ്ങര വെട്ടുതോട് പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് വിദ്യാർത്ഥി മരിച്ചത്. തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ണമംഗലം അച്ഛനമ്പലം സ്വദേശി പുള്ളാട്ട് അബ്ദുൾ വദൂദ് മരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടയിലും വെളിയങ്കോട്ടും രൂക്ഷമായ കടലാക്രമണമാണ് ഇന്നുണ്ടായത്. പ്രദേശത്തെ 2 വീടുകൾ തകരുകയും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. കനത്ത മഴയിലും കാറ്റിലും പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ജില്ലയിലെ 6 താലൂക്കുകളിലായി 105 വീടുകൾ ഭാഗികമായും തകർന്നു. മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. പമ്പ നദിയുടെയും കക്കാട്ടാറിന്റെയും ഇരുകരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ലോക്സഭ നാളെ ചർച്ച ചെയ്തേക്കും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ സംബന്ധിച്ച് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രത്യേക ചർച്ചയുണ്ടാകുമെന്ന് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചതായി നേരത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരുന്നു. 16 മണിക്കൂറാണ് ലോക്സഭയിൽ ചർച്ചയ്ക്കായി സമയം അനുവദിച്ചിരുന്നത്. ദേശീയ വിദ്യാഭ്യാസം ജോലി നേടാനുള്ള മാർഗ്ഗം മാത്രമാകരുതെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുക എന്നതാവണം ലക്ഷ്യമെന്നും RSS മേധാവി മോഹൻ ഭാഗവത്. കൊച്ചിയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് സംഘടിപ്പിച്ച നയസംവാദ നേതൃത്വ സമ്മേളനമായ ജ്ഞാനസഭയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ എല്ലാ മേഖലയുടെയും വികസനം എന്നതാണ് വികസിത ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞു. കേരളത്തിലെ 800 ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഹെൽത്ത് സംവിധാനം സജ്ജമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലും ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. 2.62 കോടിയിലധികം ജനങ്ങൾ ഹെൽത്തിലൂടെ സ്ഥിര UHID രജിസ്ട്രേഷൻ എടുത്തു. 15.27 ലക്ഷം പേരാണ് ഹെൽത്ത് സംവിധാനത്തിലൂടെ കിടത്തി ചികിത്സ തേടിയതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിലേക്ക്. അവസാന ദിനമായ ഇന്ന് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്ന ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 322 റൺസ് എടുത്തിട്ടുണ്ട്. 5 മത്സര പരമ്പര നിലവിൽ ഇംഗ്ലണ്ട് 2-1 ലീഡ് ചെയ്യുകയാണ്. ദുലീപ് ട്രോഫിക്കുള്ള ദക്ഷിണ മേഖല ടീമിൽ 5 മലയാളി ക്രിക്കറ്റ് താരങ്ങളെ ഉൾപ്പെടുത്തി. കേരള താരം മുഹമ്മദ് അസറുദ്ദീനാണ്. തിലക് വർമ്മ ക്യാപ്റ്റനായുള്ള ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. സൽമാൻ നിസാർ, ബേസിൽ NP, MD നിധീഷ്, ഏതൻ ആപ്പിൾ ടോം എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ട മറ്റു താരങ്ങൾ. ഓഗസ്റ്റ് 28-നാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 4-നാണ് ദക്ഷിണ മേഖലയുടെ ആദ്യ മത്സരം. കയാക്കിംഗ് മേഖലയിൽ ലോക ശ്രദ്ധ നേടുന്ന ടൂറിസം ഇവന്റായി മലബാർ റിവർ ഫെസ്റ്റിവൽ മാറിയതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. 11ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന് സമാപന സമ്മേളന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ റിവർ ഫെസ്റ്റ് കയാക്കിംഗ് റാപ്പിഡ് വിഭാഗത്തിൽ റാപ്പിഡ് രാജാവായി ന്യൂസിലൻഡ് സ്വദേശി റയാൻ ഒ കൊന്നാറും റാപ്പിഡ് റാണിയായി ന്യൂസിലൻഡിന്റെ റാട്ട ലോവൽ സ്മിത്തും തെരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യൻ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കേഡറ്റ് ദേവനന്ദ ചാമ്പ്യനായി. ജൂനിയർ പെൺകുട്ടികളുടെ 55 കിലോയിൽ താഴെയുള്ള വിഭാഗത്തിലാണ് നേട്ടം. കൊൽക്കത്തയിലെ AP റോയ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ടൂർണമെന്റിൽ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പങ്കാളികൾ പങ്കെടുത്തു. സെപ്റ്റംബറിൽ സെർബിയയിൽ നടക്കുന്ന ലോക ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേവനന്ദ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.